കാസർഗോഡ് പോലീസ് നീക്കങ്ങൾ അറിയാൻ മാഫിയ സംഘങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കേസിൽ ഗ്രൂപ്പ് അഡ്മിൻമാർ ഉൾപ്പെടെ 7 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് തന്നെ പോലീസിനെയും മറ്റ് വകുപ്പ് അധികൃതരെയും നിരീക്ഷിച്ച് വാട്സാപ്പിലൂടെ വിവരങ്ങൾ കൈമാറുന്ന സംഘങ്ങൾക്കെതിരെ ആദ്യ കേസാണിത്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബൈജു റിപ്പോർട്ട് ചെയ്തതാണ്, പുറത്തുവിട്ടതാണ്. അതായത് ലഹരി സംഘങ്ങൾ, മറ്റ് മണൽക്കടത്ത് സംഘങ്ങൾ, മറ്റ് ഗുണ്ടാ സംഘങ്ങളൊക്കെ പോലീസിനെ നിരീക്ഷിക്കാൻ, പോലീസ് സ്റ്റേഷനിൽ നിന്നും ജീപ്പ് പുറത്തോട്ടിറങ്ങുമ്പോൾ അത് നിരീക്ഷിക്കാൻ സംഘങ്ങൾ പോലീസ് സ്റ്റേഷന് പുറത്തു നിൽക്കും. അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ആ വിവരം അറിയിക്കും. അതോടുകൂടി തങ്ങളുടെ നീക്കങ്ങളൊക്കെ വളരെ സുരക്ഷിതമായി ഓരോ ലഹരി ഇടപാടുകളും മറ്റുമൊക്കെ തകൃതിയായി നടക്കുന്നു. ഇവിടെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് 7 പേരെ അറസ്റ്റ് ചെയ്തത്. അതെ ടോമേ, പോലീസിനെ വെട്ടിക്കാൻ ഈ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾ പുതിയ തന്ത്രങ്ങൾ മെനയുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ രാജപുരം എന്ന പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. നിരവധി ഈ മദ്യക്കടത്ത് സംഘങ്ങൾ, അതുപോലെ തന്നെ മണൽ മാഫിയ, ചൂതാട്ട സംഘങ്ങളൊക്കെയുള്ള വിലസുന്ന ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ 80 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, ഫാമിലി എന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേര്. ഈ ഫാമിലി ഗ്രൂപ്പിൽ നിന്നും കൃത്യമായി പോലീസിന്റെ മാത്രമല്ല റവന്യൂ ഉദ്യോഗസ്ഥരുടെ, അതുപോലെ തന്നെ RTO ഉദ്യോഗസ്ഥരുടെ ഒക്കെ നീക്കങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ ഇത്തരത്തിൽ കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഇവർ ഉണ്ടായത്. അത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാവുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് പറയുന്നത്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ പോലീസ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇവരുടെ ഫോൺ, അറസ്റ്റായവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇതിൽ കുറെ കോഡുകൾ പോലീസിന് കണ്ടെത്താൻ സാധിക്കും. റവന്യൂ സംഘങ്ങൾ ഈ റോഡിലിറങ്ങിയാൽ യാത്രക്കാരുണ്ട് എന്ന ഒരു കോഡാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ RTO വാഹനങ്ങൾ ഇത്തരത്തിൽ പുറത്തിറങ്ങിയാൽ ചാകര വന്നെന്നാണ് ആ ഒരു കോഡ്. അതുപോലെ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നും ജീപ്പ് പുറപ്പെട്ടാൽ വീട്ടിൽ നിന്നും ജനകീയം ഇറങ്ങി, ഇതാണ് ഇവരുടെ ഈ കോഡ്. അതുപോലെ ഇതൊരു പോലീസ് സ്റ്റേഷൻ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് ഇവിടെ ഗൂർഖ പോലീസ് വാഹനങ്ങളുണ്ട് പരിശോധനയ്ക്കായി. ഇത് പുറത്തിറങ്ങിയാൽ ബുള്ളറ്റുമായി ലീഡർ എന്ന ഒരു കോഡാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ പഴയ വാഹനമുണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ, ആ വാഹനമാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ പാട്ടയും റോഡിൽ. ഇതൊക്കെ ഇവർ ഉപയോഗിക്കുന്ന കോഡാണ്. ഈ ഫോൺ വളരെ യാദൃശ്ചികമായാണ് പോലീസ് ഒരാളെ ഇത്തരത്തിൽ മദ്യവുമായി ഇയാൾ പിടികൂടിയപ്പോൾ ഇയാൾ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ശ്രദ്ധയിൽപ്പെടുന്നതും ഇത് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള നിരവധി കേസുകളിലെ പ്രതികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പും ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലെ വിവരങ്ങൾ, പോലീസ് വാഹനങ്ങളുടെ വിവരങ്ങൾ, അതോടൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ, ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി ഇതിൽ നിന്നും വിവരങ്ങൾ കൈമാറുന്ന ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് വിശദമായി പരിശോധിച്ചപ്പോഴാണ് വലിയൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരുന്നതും ഇത്തരത്തിലുള്ള ഒരു സംഘത്തെക്കുറിച്ച് അറിയുന്നത്. ഏതായാലും നേരത്തെ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു കേസ് പുതിയ രീതിയിൽ, അതായത് സൈബർ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പുതിയ രീതിയിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ്. ഏതായാലും ജില്ലാ പോലീസ് മേധാവി ഈ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ നേരത്തെ കേസുകളിൽ പ്രതികളായവരുടെ ഫോണുകൾ അത് കൃത്യമായി പരിശോധിക്കാൻ സംഭവമായി കാണാൻ കഴിയുമോ ബൈജു? അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രമായിരിക്കില്ലല്ലോ ഇതുപോലെ നിരീക്ഷണം ഉണ്ടാവുക. ഈ മാഫിയ സംഘങ്ങൾ കാസർഗോട്ടെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെ നിരീക്ഷണം നടത്തിയിരുന്നോ? പോലീസ് ഈ സംഘങ്ങൾ, അതായത് ഇതുപോലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് പോലീസിനെ നിരീക്ഷിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല, കാരണം ഇത് വാട്സാപ്പ് എന്നതുകൊണ്ട് തന്നെ ഇതിൽ കുറെ പരിമിതികൾ പോലീസിനുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇതിൽ നിന്നും ഒരു വാട്സാപ്പ് കോൾ വിളിച്ചാൽ പോലും അത് പോലീസിനെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ആ ഒരു കാര്യം മുതലെടുത്തുകൊണ്ടാണ്, ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഘം ഈ രീതിയിൽ പ്രവർത്തിച്ചത്. ഏതായാലും ഇത് കാസർഗോഡ് ജില്ലയിലെ രാജപുരം എന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഒരു പക്ഷേ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ഇത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതാണ്. ഇത് ഒരു ചെറിയ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 80 പേരാണ് ക്രിമിനൽ സംഘങ്ങളിൽ ഉൾപ്പെട്ടവരുള്ള ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന കാര്യം. നേരത്തെ പല കേസുകളിൽ ഇവർ പ്രതികളാണ്. ഇവർക്ക് കൃത്യമായി പോലീസ് വാഹനങ്ങളുടെ നീക്കങ്ങൾ അപ്പോൾ തന്നെ ഈ ഗ്രൂപ്പുകളിൽ കൃത്യമായി എത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഇവരെ പിടിക്കപ്പെടാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മണൽ മാഫിയാണ്. ഇവർക്ക് കൃത്യമായ റൂട്ട്, അത് റവന്യൂ ഉദ്യോഗസ്ഥർ പിടികൂടാതിരിക്കാനും അതോടൊപ്പം രാത്രി കാലങ്ങളിലൊക്കെ പോലീസ് സജീവമായി ഇവരെ പിടികൂടാൻ രംഗത്തുണ്ടെങ്കിലും ഇവരൊക്കെ പിടികൂടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ, അതായത് പോലീസ് സ്റ്റേഷനിലെ
ഡ്രൈവർമാർ, പോലീസ് വാഹനങ്ങളിലെ ഡ്രൈവർമാരും ഏതായാലും പോലീസുകാരും എത്തിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി മണൽ മാഫിയ സഹായിക്കുന്ന സംഭവം ഉണ്ടായത്. പക്ഷേ ഇത് ഒരു കേസ്, അതായത് ക്രിമിനൽ സംഘങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഇത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവമുള്ള വിഷയമാണ്. മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലുള്ള നിരീക്ഷണ സംഘങ്ങൾ ഉണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കേണ്ട വിഷയമാണ്. KV ബൈജുവാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.